അപ്പൊ ഞാൻ കഴിഞ്ഞ ഇപ്പൊ 28 ദിവസമായി ഞാൻ കിച്ചണർ വിട്ടിട്ട് ഞാൻ സെമീറിനെ കണ്ടിട്ട് അതില് ഇന്നത്തെ ദിവസം കൂട്ടിയിട്ട് എന്റെ സെക്കൻഡ് ഡേ ഓഫ് ആണ് ഇത്. ഞാന് എന്റെ സെക്കൻഡ് 7 days a week എന്നൊക്കെയുള്ള രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. എന്നൊക്കെയുള്ള രീതിയിലല്ല, എന്നൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. 7 days a week ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്റെ ലൈഫ് ലേറ്റ്ലി എങ്ങനെയാന്ന് ചോദിച്ചാൽ ലിറ്ററലി അതായിരുന്നു. രാവിലെ എഴുന്നേക്കുക, നേരെ വർക്കിന് പോവുക, രാത്രി ക്ലോസ് ചെയ്യും, തിരിച്ചു വരിക, കിടന്നുറങ്ങുക. ഞാനിപ്പോ 6 days a week, പക്ഷെ എനിക്ക് 3 days ഉള്ളൂ. അതോ 1 hack. ആൾക്കാരോടൊക്കെ പറയുമ്പോ ആകെ തോന്നും. അതായത് ഇപ്പൊ കറന്റ്ലി നമുക്ക് എന്റെ കോഴ്സിന്റെ ഒരു ഇയർ കഴിഞ്ഞിട്ട് ഇപ്പം ഒരു ബ്രേക്ക് എന്നൊക്കെ ഉള്ള രീതിയിലാണ് 4 മാസം. എനിക്ക് ഇനി സെപ്റ്റംബറിൽ ഇനി അടുത്ത സ്റ്റഡീസും കാര്യമൊക്കെ തുടങ്ങുള്ളൂ. അപ്പോൾ ഈ വെക്കേഷൻ ടൈമില് നമുക്ക് ഫുൾ ടൈം ഇവിടെ വർക്ക് ചെയ്യാം. മറ്റേ നമ്മൾ സ്റ്റുഡന്റ് ആകുമ്പോൾ പാർട്ട് ടൈം പെർ വീക്ക് 20 hours ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ആസ് ഓഫ് നൗ നമുക്ക് 40 hours വർക്ക് ചെയ്യാം. അപ്പൊ എല്ലാവരും പൊതുവെ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു 4 മാസത്തെ ടൈമിലാണ് എല്ലാവരും ഈ 40 hours അല്ലെങ്കിൽ ക്യാഷ് ജോബിനൊക്കെ ഇല്ലീഗലൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ട് ഇവർ ഈ ഫീസ് ഇല്ലീഗലായി വർക്ക് ചെയ്യുന്ന ഇല്ലീഗൽ അല്ല, അതായത് ഗവൺമെന്റിന്റെ കണ്ണിൽ ഇല്ലീഗൽ. പക്ഷെ നമ്മള് അതിന്റെ രീതികൾ എത്തിക്കൽ വ്യൂസ് നോക്കുകയാണെങ്കിൽ പാവപ്പെട്ടവൻ കഞ്ഞി ഒടിച്ച് പോകാൻ വേണ്ടി മെനക്കെടുന്നു എന്നുള്ള രീതിയിലാണ്. അപ്പൊ നമ്മൾ ഈ ഫീസും കാര്യങ്ങളൊക്കെ ഈ ഒരു 4 months സ്പാനിൽ അതാക്കാം. അപ്പം സയാന്റെ കൃപ, സയാൻ കിച്ചണറിന്ന് ടൊറോണ്ടോയിലോട്ട് മൂവ് ചെയ്തപ്പോ അവന്റെ ജോബ് എനിക്ക് തന്നു. എന്തെങ്കിലും കാരണവശാൽ ബിസിനസ് പൊട്ടിപ്പാളീസായി ഞാൻ തിരിച്ചു വരികയാണെങ്കിൽ ഈ ജോലി എനിക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് എങ്ങനെ എടുത്താൽ നമ്മളെ സർക്കിളിൽ പോവാക്കാൻ വേണ്ടിട്ട്. അത് അടിപൊളി ജോബാണ്, അതുകൊണ്ടാണ്. നല്ല ജോബാ, ഈസി ജോബാ. അപ്പം എനിക്ക് വേറൊരു ജോബുണ്ട്. അപ്പൊ ആ ജോബ് പറയുന്നത് എനിക്ക് നൈറ്റ് ഷിഫ്റ്റാ. അതായത് രാത്രി 11 to 7 ആണ് ആ ജോബ് വരിക. ഈ ജോബ് പറഞ്ഞാല് മോർണിംഗിലാണ്, ഒരു 10 to 5 in the evening അല്ലെങ്കിൽ 6 അങ്ങനെയൊക്കെയാണ് ഈ ഒരു ജോബ് വരുന്നത്. അപ്പൊ എനിക്ക് ഈ നൈറ്റും മോർണിംഗും കൂടി മാനേജ് ചെയ്യണ്ടേ. അപ്പൊ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും നമുക്ക് സൺഡേ ഇതിന് പോവാ, മൺഡേ ഇതിന് പോവാ, ട്യൂസ്ഡേ ഇതിന് പോവാ, അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുക. പക്ഷെ ഞാൻ നോക്കി വന്നപ്പോ അത് പ്രാക്ടിക്കൽ അല്ല. കാരണം സപ്പോസ് ഞാൻ സൺഡേ നൈറ്റ്, അതായത് ഒരു ദിവസം നീ പകല് കിടന്നുറങ്ങുകയാണെങ്കിൽ അതിന്റെ പിറ്റത്തെ ദിവസം നീ രാത്രി കിടന്നുറങ്ങാം. ഉറങ്ങണല്ല, ഉറങ്ങാൻ സമയം ഉണ്ടാവില്ല. അതാണ് ഫാക്ടർ. അതായത് ഇപ്പൊ സൺഡേ നൈറ്റ് ഞാൻ വർക്ക് ചെയ്ത് വരാണ്, മൺഡേ മോർണിംഗ് ഈ വർക്ക് ഉണ്ടെങ്കിൽ എനിക്ക് ഉറങ്ങാൻ നേരമില്ല, മൺഡേ മോർണിംഗ് ഇതിന് പോകണം. പിന്നെ ഞാൻ മൺഡേ എത്തി, മൺഡേ നൈറ്റ് ഒന്ന് വർക്ക് ചെയ്ത് ട്യൂസ്ഡേ മൊത്തം മെസ്ഡപ്പാ. അതിൽ ഞാൻ എന്റെ പ്ലാനൊക്കെ അങ്ങോട്ട് ഇതാക്കിയിട്ട് ഞാനൊരു പെർഫെക്റ്റ് വർക്കിംഗ് കൾച്ചർ അങ്ങോട്ട് ക്രിയേറ്റ് എന്നോട് ഇങ്ങനെ നീ ഒരു നീ ഹൈ ഐക്യു അല്ലേ, ഈ ജീനിയസാ. അതാണ് ഞാൻ പറയില്ല, ഐക്യുവിലല്ല കാര്യം, അപ്ലൈഡ് ഇന്റലിജൻസിലാണ് കാര്യം. അപ്പൊ ഞാൻ എന്തായാലും ഞാൻ ഞാൻ ഓവർനൈറ്റ് വർക്ക് ചെയ്യുന്ന എന്റെ കമ്പനിയിൽ ഞാൻ പറഞ്ഞ് ഞാന് മൺഡേ നൈറ്റ്, വെൻസ്ഡേ നൈറ്റ്, ഫ്രൈഡേ നൈറ്റ് ഇനി എന്റെ അവൈലബിലിറ്റി ഉള്ളൂ. ഈ 3 ദിവസം ഞാൻ ആഴ്ചയിൽ വരും. ഈ 3 ദിവസം ഞാൻ വർക്ക് ചെയ്യും. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ സൗകര്യം ഉണ്ടെങ്കിൽ ഷിഫ്റ്റ് വരുള്ളൂ എന്ന് പറഞ്ഞു. അതേപോലെ എനിക്ക് ഈ സയാന്റെ ജോബ് ഉള്ളതും മൺഡേ മോർണിംഗ്, വെൻസ്ഡേ മോർണിംഗ്, ഫ്രൈഡേ മോർണിംഗ് ആണ്. അപ്പൊ ഞാൻ എന്താ ചെയ്യലെന്ന് വെച്ചാല് മൺഡേ മോർണിംഗ് ഞാൻ എന്റെ സയാന്റെ വർക്ക് തുടങ്ങും. അങ്ങനെ സയാന്റെ വർക്ക് തുടങ്ങി ഞാൻ വീട്ടിലെത്തുമ്പോഴത്തേനും ഒരു 6 മണിയാവും. എന്നിട്ട് ഞാൻ വേഗം ഒരു നാപ്പ് എടുക്കും. എന്നിട്ട് ഞാനൊരു 9:30 ആകുമ്പോ എഴുന്നേറ്റിട്ട് വീണ്ടും രാത്രി വർക്കിന് പോകും. പിന്നെ ട്യൂസ്ഡേ ഫുൾ ഫ്രീ, പിന്നെ വെൻസ്ഡേ റിപ്പീറ്റ്. രാവിലെ രാത്രി ഇത് കഴിഞ്ഞ് വന്ന് തേഴ്സ്ഡേ ഞാൻ വീട്ടിലെത്തിയാല് തേഴ്സ്ഡേ ഫുൾ ഫ്രീ, പിന്നെ ഫ്രൈഡേ റിപ്പീറ്റ്. അത് കഴിഞ്ഞ സാറ്റർഡേ സൺഡേ ഫുൾ ഫ്രീ. അപ്പൊ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ പെർ വീക്ക് ഞാൻ 6 ദിവസം വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് 4 ദിവസം ലീവ് ഉണ്ട്. 6 ദിവസം ഞാൻ വർക്ക് ചെയ്തിട്ട്, പക്ഷെ 4 ദിവസം എനിക്ക് ലീവ് ഉണ്ട്. ആൾക്കാർക്ക് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു, എന്താ സുഖം എന്നറിയോ. അതെ, അങ്ങനെയാണ് സെമിയറുടെ. അപ്പൊ എന്റെ ലൈഫ് ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.